പ്രശസ്ത റേഡിയോ പ്രക്ഷേപകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. ദീർഘകാലം ആകാശവാണിയിൽ വാർത്താ പ്രക്ഷേപകനായിരുന്നു. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന ആമുഖത്തിലൂടെ ശ്രോതാക്കൾക്ക് സുപരിചിതനായിരുന്നു എം രാമചന്ദ്രൻ. 24-ലെ കണ്ടതും കേട്ടതും കൗതുക വാർത്തകൾ എന്നിവയിലെ ശബ്ദ സാന്നിധ്യവുമായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷെ, പലർക്കും ഗുരുസ്ഥാനീയനായിരുന്നു. ഞാനടക്കമുള്ളവർക്കൊക്കെ ഈ ട്രെയിനിങ് സമയത്തൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ വാർത്താ അവതരണ രംഗത്തേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വം ഇപ്പോൾ വിട്ടുപോയിരിക്കും, നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, റേഡിയോ ആസ്വാദകരെ സംബന്ധിച്ച് വളരെ വേദനയുണ്ടാക്കുന്ന വിയോഗമാണ് എം രാമചന്ദ്രന്റേത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ അന്ത്യം സംഭവിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ രോഗം മൂർച്ഛിക്കുകയും 12:30 കൂടി മരണം സംഭവിച്ചു എന്നതാണ് ഈ നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരത്തെ SK ആശുപത്രിയാണ്. ഇവിടെ വെച്ചായിരുന്നു എം രാമചന്ദ്രന്റെ അന്ത്യം സംഭവിച്ചത്. അല്പസമയത്തിനകം ഈ മൃതദേഹം ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും. മുടവൻമുകളിലുള്ള വീട്ടിലേക്കാണ് നിലവിൽ മൃതദേഹം കൊണ്ടുപോകുന്നത്. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മകൻ വിദേശത്താണ്. കഴിഞ്ഞയാഴ്ചയാണ് മകൻ ഈ നാട്ടിൽ വന്ന് തിരിച്ചു പോയത്. ഈ നാളെ രാവിലെയോടുകൂടി തന്നെ മകൻ വിദേശത്ത് നിന്ന് എത്തും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. തൈക്കാട് ശാന്തി കവാടത്തിലായിരിക്കും അന്തിമ കർമ്മങ്ങൾ നടക്കുക എന്നതാണ് നിലവിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ റേഡിയോ വാർത്താ അവതരണ രംഗത്ത് ഒരു ശ്രദ്ധേയമായ ഒരു മാറ്റം കൂടി ഉണ്ടാക്കിയ വ്യക്തി കൂടിയായിരുന്നു എം രാമചന്ദ്രൻ. അതുവരെ ഉണ്ടായിരുന്ന ശൈലികളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ഈ കൗതുക വാർത്തകൾ ഉൾപ്പെടെ ഈ മേഖലയിൽ അവതരിപ്പിക്കുകയും വലിയ തരത്തിൽ ശ്രോതാക്കളിൽ ഇടം നേടുകയും ചെയ്ത മഹത് വ്യക്തിത്വം കൂടിയാണ് എം രാമചന്ദ്രൻ നായർ. അതുകൊണ്ട് തന്നെ ഈ വിയോഗ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തിരുവനന്തപുരത്തെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. അത് അത്രത്തോളം സുഹൃത്തുക്കളുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, സാംസ്കാരിക പ്രതിനിധികൾ അടക്കം നിലവിൽ SK ആശുപത്രിയിലുണ്ട്. നിലവിൽ ഈ വീട്ടിൽ മൃതദേഹം എത്തിച്ച ശേഷം അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. മുടവൻമുകളിലാണ് ഈ സ്വദേശം. ഈ മുടവൻമുകളിലെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത്. ഈ KSEBയിലെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഈ റേഡിയോ മേഖലയിലുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഈ ആകാശവാണിയിൽ എം രാമചന്ദ്രനെ എത്തിച്ചത്. ഡൽഹിയിലായിരുന്നു ആദ്യം ജോലി തുടങ്ങിയത്. അതിനുശേഷം കോഴിക്കോട് അടക്കം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിയോഗം വളരെ വേദനയുണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ തിരുവനന്തപുരം SK ആശുപത്രിയിൽ നിന്ന് എം രാമചന്ദ്രന്റെ ഭൗതികദേഹം പുറത്തേക്ക് എത്തിക്കുന്നതാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ ഭൗതികദേഹം ആംബുലൻസിൽ വസതിയായ മുടവൻമുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും ഈ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ഈ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നത്. എന്തായാലും വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം 24 ഉൾപ്പെടെ ഈ പരിപാടികൾ, കൗതുക വാർത്തകൾ, കണ്ടതും കേട്ടതും അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ അവതരിപ്പിച്ച് അത്രത്തോളം ഈ ശ്രോതാക്കളിൽ അവരുടെ മനസ്സിലൊക്കെ തന്നെ ഇടം നേടിയ വ്യക്തിത്വം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ പെട്ടെന്ന് ഈ രോഗം ഒരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നതും മരണം സംഭവിക്കുന്നതും. 12:40 കൂടി മരണം സംഭവിച്ചു എന്നതാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. മകൻ വിദേശത്തായതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ 11 മണിയോടുകൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നതാണ് നിലവിൽ അറിയിക്കുന്ന കാര്യം. എന്തായാലും ഈ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ കൂടുതൽ ആളുകൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഇതിന് പിന്നാലെ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റുകയാണ്. ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ
വീട്ടിലേക്ക്. ഈ ദീർഘനാളായി ഈ ആശുപത്രിയിൽ തന്നെയായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഒരാഴ്ച മുമ്പ് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുകയും പിന്നീട് ഈ ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് രോഗം വീണ്ടും മൂർച്ഛിക്കുകയും 2 ദിവസം മുമ്പ് വീണ്ടും ആശുപത്രിയിൽ എത്തുകയും ചെയ്തത്. പക്ഷേ ഇന്ന് 12:30 തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നതാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. മകൻ എത്തിയാൽ ഉടൻ തന്നെ അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരവും അതിനുശേഷം നാളെ രാവിലെയും വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നതാണ് നിലവിൽ ബന്ധുക്കളും അറിയിച്ചിരിക്കുന്നത്. ഈ വലിയ തരത്തിൽ ഈ റേഡിയോ വാർത്താ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു എം രാമചന്ദ്രൻ. ഈ വാർത്തകൾ വായിക്കുന്നത് എം രാമചന്ദ്രൻ എന്ന പേരിൽ പുസ്തകം ഉൾപ്പെടെ പുറത്തിറക്കിയിരുന്നു. വലിയ തരത്തിൽ അനുഭവങ്ങളടക്കം ഈ പുസ്തകത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. വലിയ ശ്രോതാക്കൾ, വലിയ പ്രേക്ഷകർ ഉള്ള ഒരു വാർത്താ അവതാരകൻ കൂടിയായിരുന്നു. ഈ റേഡിയോ വാർത്താ മേഖലയോടുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹമായിരുന്നു ഈ രംഗത്തേക്കൊരു വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നിട്ട് കൂടിയും ഈ മേഖലയിൽ അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത്. പക്ഷേ മറ്റാർക്കും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ശൈലിയും അത്രത്തോളം ഈ ശ്രോതാക്കളെയും ആസ്വാദകരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വാർത്താ ശൈലിയിലൂടെയാണ് അദ്ദേഹം അത്രത്തോളം ശ്രദ്ധയാകർഷിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ വിയോഗം വളരെ വേദനയുണ്ടാക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ അറിയാവുന്നവരും അദ്ദേഹത്തിന്റെ ആസ്വാദകരും എല്ലാം തന്നെ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഭൗതികദേഹം തിരുവനന്തപുരം SK ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടിലാണ് ഈ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നതാണ് നിലവിൽ അറിയിക്കുന്ന കാര്യം. ക്രിസ്റ്റീന. ശരി, ദീർഘകാലം മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദമായിരുന്ന ആ ശബ്ദം ഇനി ഓർമ്മയാവുകയാണ്. എം രാമചന്ദ്രൻ വിട പറയുകയാണ്. 24-നും ഏറെ അടുപ്പമുണ്ട്. 24-ന്റെ കണ്ടതും കേട്ടതും കൗതുക വാർത്തകൾ അടക്കമുള്ള പ്രോഗ്രാമുകൾക്ക് ശബ്ദം നൽകിയിരുന്ന അദ്ദേഹമായിരുന്നു. വിവരങ്ങൾ നൽകിയത് MG പ്രതീഷാണ്, തിരുവനന്തപുരത്ത് നിന്ന്.